നിങ്ങൾ അമ്മയും മോനാന്ന് എന്താണ് തെളിവ്? അതിനോട് ഞാൻ യോജിക്കാൻ തുടങ്ങി. ചിലപ്പോൾ എൻ്റെ മകനും അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ട്, ചിലപ്പോൾ ഞങ്ങൾ ഇനിയും വല്ല പറയുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം അവനെ വിഷമമാക്കിയെന്ന് വെച്ച് ഞാനും പിന്നെ അവനെ പുറത്തിറങ്ങുമ്പം തന്നെ ഞങ്ങളിൽ തന്നെ ഒരു സംശയം ജനങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അമ്മയും മോനുമാണോ. ഇദ്ദേഹത്തിനൊരു മടിയായിരുന്നു എന്നെയും കൊണ്ട് പുറത്തു പോകാനായിട്ട്. കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ അമ്മയും മോനും പുറത്തേക്കേ യാത്രയില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ കേസിന് പോയപ്പോഴേക്ക് കാമുകന്മാരാന്നുള്ള ഒരു ഇത് കണ്ട് ഞങ്ങളെ പിടിച്ചു പോലീസ്. പക്ഷെ ഞങ്ങളത് കാര്യം പറഞ്ഞിട്ടൊന്നും അവർക്ക് മനസ്സിലായില്ല. പക്ഷെ എന്റേതായ ആ മാനസിക വേദന ബോധ്യപ്പെടുത്തിയപ്പോഴേക്കും അവർക്ക് പിന്നെ മനസ്സിലായി ഞങ്ങൾ അമ്മയും മോനും. ശരിക്കും റീൽസിൽ കാണുന്ന സമയത്ത് നമുക്കൊന്നും മനസ്സിലാവില്ല അമ്മയും മോനാണെന്ന്. ഇത് എപ്പോഴും അമ്മയെ കൂടെ ഉൾപ്പെടുത്തി റീൽസ് തുടങ്ങിയത് ഞങ്ങൾക്ക് ഇപ്പം ആരും വീഡിയോ എടുക്കാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊരു ബുദ്ധിമുട്ട് കാരണം സാഹചര്യം കൊണ്ട് അമ്മയെ വിളിക്കേണ്ടി വന്നു. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ അമ്മയാണ് ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്ക് കരുതിയിട്ടില്ല. അല്ല എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ പുറകിൽ നിൽക്കാനാണോ അതോ മുമ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടോ? അല്ല, മുമ്പിൽ നിൽക്കാൻ വേണ്ടി തന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങളെ വീഡിയോ ചെയ്യാമെന്നുള്ളവർ ഒഴിവാക്കി. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് സാഹചര്യം അത് പറ. സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലേഡീസിനെ വിളിച്ചപ്പോൾ അവർ അവരുടെ വീട്ടിൽ നിന്ന് വിടത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതായത് നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരാളെ നിങ്ങൾ സംഘടിപ്പിച്ചു, അയാളെ വീട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ആരുമില്ലാതെ വന്നപ്പോൾ പിന്നെ അമ്മയുടെ സഹായം തേടി. അല്ല, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സ്കില്ലുണ്ടെന്ന് മനസ്സിലാക്കണ്ടേ? അമ്മ നേരത്തെ TV പ്രോഗ്രാമിലൊക്കെ പോയിട്ടുണ്ട്. പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഓ, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അമ്മയ്ക്കുണ്ട്. പാട്ടിന്റെ പാട്ടിന്റെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം എങ്ങനെയാണത് മോൻ വന്ന് വിളിക്കുന്നത്? എങ്ങനെയാണ് റീൽസ് ചെയ്യാമെന്നാണോ അല്ല ഈ ദുഃഖകഥ എന്ന് പറയുമ്പോഴാണോ അമ്മയുടെ മനസ്സിൽ? ഇവര് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴേക്ക് ഇവര് വിളിച്ച കുട്ടി വരാതെ വന്നപ്പോഴേക്ക് എന്നെ വിളിച്ചപ്പം പിന്നെ ഞാൻ തന്നെ തയ്യാറായി. അതിന് മക്കള് വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അതിനു മുമ്പ് തന്നെ ഈ പാട്ടും ഡാൻസും ഒക്കെ അമ്മയ്ക്ക് വശമുണ്ട്. പാട്ട് പാടുന്ന വ്യക്തിയാണ് ഞാൻ. ഡാൻസ് എനിക്ക് അത്ര ഇതല്ല, ഞാൻ പാട്ട് പാടും. എന്നിട്ട് പഠിച്ചെടുത്തു? ഇവര് കാണിച്ചു തരുന്ന ഇത് ഞാൻ കളിച്ചു. അങ്ങനെ. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? മോന് എത്ര വയസ്സായി? എനിക്ക് 43 വയസ്സ്, മോന് 23 വയസ്സ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ജോഡിയായിട്ട് അഭിനയിച്ചു തുടങ്ങിയപ്പോൾ ക്ലിക്കായി തുടങ്ങുന്നത് മനസ്സിലായി തുടങ്ങിയല്ലോ. അതെപ്പോഴായിരുന്നു? അത് ഒരു ഹാപ്പിനെസ് ആണ്. കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്ക് മോൻ്റെ ജോഡിയായിട്ട് ഇങ്ങനെ അഭിനയിക്കുമ്പോൾ ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നുണ്ട്, ഇതൊരു ചെറിയ പെൺകുട്ടിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ആ വീഡിയോസിൽ വരുന്നത്. ഇത് ക്ലിക്കായി തുടങ്ങിയെന്ന് എപ്പോഴാണ് മനസ്സിലായത്? നേരത്തെ മുതലേ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഞങ്ങളിൽ തന്നെ ഒരു സംശയം ജനങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അമ്മയും മോനുമാണോ എന്നുള്ള ഒരു സംശയം. അല്ല, വേറൊരാളും കൂടെ ഉണ്ട്, ഇളയതുണ്ട്. ഇതിനെക്കാട്ടി ഇച്ചിരി ഉയരവും ഒക്കെ. അതും കണ്ടാലും അദ്ദേഹം കണ്ടാലും അദ്ദേഹത്തിന്റെ അമ്മയൊന്നും പറയത്തില്ല. പിന്നെ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് ഉദ്ദേശമല്ല. അല്ല, ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് വീഡിയോസിൽ എപ്പോഴാണ് ഇത് ക്ലിക്ക് ആവുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത്? ഫസ്റ്റ് വീഡിയോ തന്നെ ആദ്യം തന്നെ ക്ലിക്ക് ആയത്. കമന്റ്സ് ഒക്കെ വന്നു. പിന്നെ